കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറയാമോ? ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാടാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ രാത്രിയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ഇത് പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതൽ വലിയ നിറവ് ഇതിനകത്ത് അനുഭവിക്കാൻ കഴിഞ്ഞു. എന്നാലും ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ വേണ്ടുപോലും ദൈവത്തെ ആരാധിച്ചോ? അങ്ങനെയുള്ള ഒരാ കൈയൊന്ന് ഉയർത്തി കർത്താവിന് നന്ദി പറ. എന്നാൽ ഇനി ഒരു സെൻറ്റൻസ് എടുക്കട്ട് വിഷമം തോന്നില്ല. ഹി ഡിസേർവ്സ് ബെറ്റർ. എൻ്റെ കർത്താവ് ഇതിലും വലുത് അർഹിക്കുന്നുണ്ട്, ഇതിലും കൂടുതൽ എൻ്റെ കർത്താവ് അർഹിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് സന്തോഷത്തോടാണ് ഈ രാത്രിയിലായിരിക്കുന്നത്. വിശേഷാൽ കർത്താവിൻ്റെ ദാസന്മാർ ഈ രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ ചർച്ചിൻ്റെ പാസ്റ്റേഴ്സ് ആയിരിക്കുന്ന പാസ്റ്റർ ലിനോ, പാസ്റ്റർ ജോ, പാസ്റ്റർ സോണറ്റ്, പാസ്റ്റർ ജേക്കബ്, പാസ്റ്റർ ക്രിസ്റ്റി, അങ്ങനെ ഒരു പറ്റം അഭിഷിക്തന്മാർ ഈ രാത്രി ഇതിൻ്റെ നടുവിലുണ്ട്. കർത്താവ് ഞങ്ങളെ ഒത്തിരി ശുശ്രൂഷിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഭിഷിക്തനാണ് ലിജൻ. ഈ രാത്രി എല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം, വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ഒരു ദൂത് പറഞ്ഞ് കയറിപ്പോകാൻ കർത്താവിൽ ആഗ്രഹിക്കുക. അതിനാധാരമായി ഒരു വാക്യം വായിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടച്ചാട്ടെ. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. ശതാലിയം പ്രഭാന ഹർത്തേനിയം പ്രഭനീയം ധര ശൈഡി പ്രമാനിയം ധരാധന പ്രഹത്തന പ്രഭേനിയം ധലാധന പ്രഭുഷ്മന പ്രഭനിയം ധര. വായികളെ തുറന്ന ചില നിമിഷങ്ങൾ കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. കർത്താവിനെ ആരാധിച്ച് മടുപ്പ് തോന്നാത്ത എല്ലാ ദൈവജനവും വായികളെ തുറന്നാട്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നേ. വായികളെ തുറന്ന് കർത്താവിനോട് സംസാരിച്ചേ. ശൈഡമന പ്രഭരിയാം ദലാദന. ആത്മാവിൻ്റെ കൃപാവരങ്ങളാകുന്ന അഭിഷേകം പ്രാപിച്ച ദൈവജനം ഇതിനകത്തിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അന്യഭാഷകളിൽ ചില നിമിഷങ്ങൾ സംസാരിച്ചു തുടങ്ങട്ടെ. ശൈഡമന പ്രഭനിയാം ദലാദന അൽഖവന ധേദിയ ശൈഠാലറബന പ്രഭനിയാം അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ഉയർത്തിപ്പിടിച്ച് പാടിയത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല. രാത്രി നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി പോലെ ആരുമില്ല. യേശു വലിയവൻ. നിന്റെ സാഹചര്യത്തെക്കാൾ യേശു വലിയവൻ. നിന്റെ പ്രശ്നങ്ങളെക്കാൾ യേശു വലിയവൻ. നിന്റെ പ്രതികൂലങ്ങളെക്കാൾ യേശു വലിയവൻ. നിന്റെ രോഗത്തെക്കാൾ യേശു വലിയവൻ. നിന്റെ വിദ്യാഭ്യാസത്തെക്കാൾ യേശു വലിയവൻ. നിന്റെ ജോലിയില്ലാത്ത അവസ്ഥയെക്കാൾ യേശു വലിയവൻ. സകല നാമത്തിലും വലിയവൻ. ഈ രാത്രി അവനെ ഉയർത്തിക്കൊണ്ട് യേശു വലിയവൻ. ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല. എന്റെ സകലത്തെക്കാളും വലിയവൻ. അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അങ്ങയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുത്രനാം ദൈവമേ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ സ്വാഗതം
അങ്ങേ പോലെ ആരുമില്ല, നിന്റെ വഴികളെ തുറന്ന് അങ്ങേ പോലെ ആരുമില്ല. വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, നിന്റെ കംഫർട്ട് മാറ്റിവെച്ച് ദൈവത്തെ സ്തുതിക്കുക. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല. കർത്താവേ, ഈ രാത്രിയിലെ ശുശ്രൂഷയ്ക്കായി ഇതിനകത്തിരിക്കുന്ന സകല ജനത്തിന്റെയും സ്പിരിറ്റിനെ ഒരൊറ്റ മിനിറ്റിൽ പിതാവിന്റെ മുമ്പിൽ വെക്കുകയാണ്. സകലരുടെ ആത്മാവിനെയും പിതാവിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുകയാണ്. ആ പിതാവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഈ രാത്രിയിൽ ഞാൻ ഈ ജനത്തെ ശുശ്രൂഷിക്കുമ്പോൾ ഇതിന്റെ നടുവിൽ ഇരിക്കുന്ന ഏതെങ്കിലും സ്പിരിറ്റുകളുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ പറയുന്നു, come on. Amen. അന്തരീക്ഷം തിരിയുന്നു. ഈ രാത്രി ഇതിനൊപ്പം സഞ്ചരിക്കാൻ കൃപ പ്രാപിച്ചവരുണ്ടെങ്കിൽ ആത്മാവിൽ സഞ്ചരിച്ചു തുടങ്ങുക. ഇതൊരു പ്രസംഗത്തിന്റെ രാത്രിയല്ല, ഇത് പകർച്ചയുടെ, ഇത് പകർച്ചയുടെ, ഇത് പകർച്ചയുടെ. നിന്റെ മേൽ തുറക്കേണ്ടുന്ന വാഗ്ദത്തത്തെ ഈ രാത്രി നീ ആരാധിച്ച് തുറക്ക്, ആരാധിച്ച് തുറക്ക്. സ്വർഗീയ ദൂതന്മാരെ സൈന്യം സൈന്യമായി ഇതിനകത്തിറങ്ങി നിൽക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്കകത്തേക്ക് ദൈവിക സൈന്യം ഇറങ്ങി നിൽക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്കകത്തേക്ക് ദൈവിക സൈന്യം ഈ രാത്രി ഇറങ്ങി നിൽക്കട്ടെ. ഇതിനകത്ത് ദൈവിക സൈന്യത്തിന്റെ ദൂതന്മാർ ഇതിന്റെ മുമ്പിൽ നടക്കട്ടെ, നടക്കട്ടെ, നടക്കട്ടെ. നാളുകളായി പിടിച്ചു വച്ചിരിക്കുന്ന മുഴുവനും ഈ രാത്രി ഒരു ഡാം പൊട്ടി വീഴുന്നത് പോലെ ഈ രാത്രി പൊട്ടി പുറപ്പെട്ട് ഇതിനകത്തൂടെ ആത്മാവിലേക്ക് കൽപ്പിക്കുകയാണ്. സുഡാലറകമണി പ്രവാനി അന്തരാധന റിബന ശംഭലറമണി അന്തരാധന ഹർത്തന പ്രബിരി ദിയാദന പ്രബല ഹർത്തന പ്രബിരി അന്തരാധന സുഡലറകനക ശംഭരാധന. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ എൻ്റെ ഹൃദയത്തിൽ തന്ന ദൂത് ഇതാണ്: മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. ഈ രാത്രി ഞാൻ ഈ ദൂത് ഇവിടെ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു. ഈ രാത്രി രണ്ട് കൂട്ടർ ഇതിൻ്റെ നടുവിൽ നിന്ന് എഴുന്നേൽക്കും. ഒന്ന്, ഉറങ്ങുന്നവൻ എഴുന്നേൽക്കും. രണ്ട്, മരിച്ചവനും എഴുന്നേൽക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ രാത്രി? ഇത് ഉറങ്ങുന്നവൻ്റെ മാത്രം രാത്രിയല്ല, ഉറങ്ങുന്നവനും എഴുന്നേൽക്കും, മരിച്ചവനും ഈ രാത്രി എഴുന്നേൽക്കും. വിശ്വസിക്കുന്നുണ്ടോ? അത് വിശ്വസിക്കുന്നുണ്ടോ? അത് ഈ രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനകത്തിരുന്നോണം. മരിച്ച പോലെ വിഷയത്തെ ദൈവാത്മാവ് ഈ രാത്രി എഴുന്നേൽപ്പിക്കും.
മയങ്ങിയ പോലെ ഉറങ്ങിക്കിടക്കുന്ന വിഷയത്തെയും ഈ രാത്രി കർത്താവ് എഴുന്നേൽപ്പിക്കും. അതിന് ഇവിടെ എന്നെ ശുശ്രൂഷയിൽ സഹായിപ്പാൻ സ്വർഗത്തിന്റെ ദൂതന്മാർ ഇതിനകത്ത് നിൽപ്പുണ്ടെന്നുള്ള നിറഞ്ഞ ബോധ്യത്തിൽ ഞാൻ പറയുന്നു, ഈ രാത്രി ഇതിനകത്ത് ദൂതന്മാർ ഇതിനകത്ത് നിൽപ്പുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് അത് സെൻസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. നിങ്ങൾക്ക് പിടിക്കാൻ കഴിയാത്തത് ഈ രാത്രി പിടിച്ച് നിങ്ങളുടെ കൈ കൊണ്ടു തരാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇവിടെ പാട്ടുപാടി ആരാധിച്ചപ്പോൾ അഭിഷിക്ത ദൈവദാസന്മാർ പറഞ്ഞൊരു വാക്ക്, കല്ലാര് ഞങ്ങൾക്ക് വേണ്ടി ഉരുട്ടി മാറ്റുമെന്ന് പറഞ്ഞ ഇടത്ത്, ആരും വരത്തില്ലെന്ന് ചിന്തിച്ച ഇടത്ത്, ആരും വിളിക്കാതെ ഒരുത്തൻ വന്നു. അവനെ വിളിച്ചു വരുത്തിയതല്ല, അവനെ പറഞ്ഞയച്ചതാണ്. ഈ രാത്രി ഞാൻ ദൂതനെ വിളിച്ചു വരുത്തുവല്ല, ഞാൻ എന്റെ ദൈവം ദൂതനെ പറഞ്ഞയച്ചതാണ് ഇവിടെ. ഈ രാത്രി നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ, നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ എന്റെ ദൈവം ദൂതനെ ഇതിനകത്ത് പറഞ്ഞയച്ചിട്ടുണ്ട്. ഞാൻ ഈ രാത്രി ആരാധിക്കുന്നത് ദൂതനെയല്ല, ദൂതന്മാരും ആരാധിക്കുന്ന യേശുവിനെ. Jesus name, Jesus name. ഈ രാത്രി അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ടൊന്ന് പറയാമോ? ഉറങ്ങുന്നവനും എഴുന്നേൽക്കും, മരിച്ചവനും എഴുന്നേൽക്കും. ഉറങ്ങുന്നവനും എഴുന്നേൽക്കും, മരിച്ചവനും എഴുന്നേൽക്കും. ഈ രാത്രി അങ്ങനൊരു ഉയർപ്പിന്റെ രാത്രിയാണിത്. അങ്ങനൊരു ഉയർപ്പിന്റെ രാത്രിയാണിത്. ഉറങ്ങുന്നവനും എഴുന്നേൽക്കും, മരിച്ചവനും ഈ രാത്രി എഴുന്നേൽക്കും. ഈ രാത്രി ഞാൻ ഇതിവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ ചില ഉറങ്ങുന്നവരെ ദൈവം തൊടാൻ പോകുകയാണ്. ഉറങ്ങുന്നവരെ ദൈവം തൊടുന്നു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്നിരുന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നവരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആത്മീകമായി മുൻപോട്ട് പോകാൻ കഴിയാതെ നിന്നെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന മേഖലകളെ ഈ രാത്രി കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവിൽ ദൂത് പറഞ്ഞു തുടങ്ങുകയാണ്. നിനക്കുറങ്ങാൻ കഴിയത്തില്ല, നിനക്കുറങ്ങാൻ കഴിയത്തില്ല. ഇവിടെ അന്തരീക്ഷം തിരിഞ്ഞു നിൽക്കുന്നു. നിനക്കുറങ്ങാൻ കഴിയത്തില്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുള്ള ഇടമാണ്. ഭാര്യ ഉറങ്ങുന്നത് കണ്ടുറങ്ങാനല്ല നിന്നെ വിളിച്ചത്. ഭർത്താവ് ഉറങ്ങുന്നത് കണ്ടുറങ്ങാനല്ല നിന്നെ വിളിച്ചത്. നിന്റെ ആരാധന കണ്ട് നിന്റെ ഭർത്താവ് ഉണരണം. നിന്റെ പ്രാർത്ഥന കണ്ട് നിന്റെ ഭാര്യ ഉണരണം. ഈ രാത്രി നിന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. Jesus name, Jesus name. അടുത്തടുത്ത് ഭാര്യയും ഭർത്താവൊക്കെ ഇരിക്കുന്നവരെ പരസ്പരം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. കർത്താവ് എന്നോട് അങ്ങനെ പറയാൻ പറയുന്നു. കർത്താവ് എന്നോട് അങ്ങനെ പറയാൻ പറയുന്നു. അടുത്തിരിക്കുന്നവർ തമ്മിലൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ഉണരേണ്ട ചില മേഖലകളുണ്ട്. ഈ രാത്രി കർത്താവ് ഉണർത്താൻ പോവുകയാണ്. എഴുന്നേൽപ്പിക്കേണ്ട ചില മേഖലകളുണ്ട്. ഈ രാത്രി കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. കർത്താവ് എന്നോട് പറയാൻ പറയുന്നു, ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറിപ്പോകും. വിശ്വസിക്കുന്നുണ്ടോ? ഈ രാത്രി യഹോവ എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറിപ്പോകും. ഇവിടെ നീ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിന്റെ ദൈവം എഴുന്നേൽക്കും. ഈ രാത്രി വിശ്വസിക്കുന്നുണ്ടോ? അത് നീ അല്ല ആദ്യം എഴുന്നേൽക്കുന്നത്, നിനക്ക് മുമ്പേ നിന്റെ ദൈവം എഴുന്നേൽക്കും. നിന്റെ വിഷയത്തിന്റെ മുമ്പിൽ നീ അല്ല ആദ്യം നേരിടുന്നത്, നിനക്ക് മുമ്പേ നിന്റെ ദൈവം അതിനെ ഡീൽ ചെയ്യും. ഈ രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വചനം വിളിച്ചു ഞാൻ പറയുന്നു, യഹോവ എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഈ രാത്രി ഞാൻ ചിതറാനല്ല പറയുന്നത്, ഞാൻ യഹോവ എഴുന്നേൽക്കാൻ പറയുന്നു. ഞാൻ യഹോവ എഴുന്നേൽക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു കാര്യം ഉറപ്പാണ്, ഇതിന്റെ നടുവിൽ എന്റെ ദൈവം നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടവും വലവും എന്റെ ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം നിൽപ്പുണ്ട്. നിനക്ക് എഴുന്നേൽക്കാൻ കഴിയുമോ? എന്റെ ദൈവം നിൽക്കുമ്പോൾ നീ എഴുന്നേറ്റ് നിൽക്കണം അവന്റെ കൂടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഏദനിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ഒരു കാര്യം ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എടുക്കണ്ട, എന്നെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, ഈ രാത്രി ഞാൻ ഈ പറയാൻ പോകുന്ന ദൂതുകളൊക്കെ ഇവിടെ ഓൾറെഡി ഡിക്ലെയർ ചെയ്തതാണ്.
അതിനൊരു കൺഫർമേഷൻ പറയാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത വാക്ക്, ഭൂമി പാഴും ശൂന്യമായിരുന്നു. പാഴും ശൂന്യമായിരുന്നു. ഫോംലെസ് ആൻഡ് വോയിഡ്. ഈ രാത്രി ശ്രദ്ധിക്കണം, ഭൂമി എങ്ങനെയാ പാഴ് ശൂന്യമായത്? എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ വീഴ്ചയോടുകൂടെ ദൈവം സൃഷ്ടിച്ചു വച്ചിരുന്ന ഭൂമിയിൽ വസിച്ചിരുന്ന ദൂതന്മാർ, അവരിൽ നിന്ന് ദൈവ തേജസ്സും ദൈവമഹത്വം പിൻവലിക്കപ്പെട്ടതായതുകൊണ്ട് ആ ഭൂമി ഫോംലെസ്സും വോയിഡുമായി മാറി. ഞാൻ അവിടെ നിന്ന് പോകുകയാണ്. എന്നാൽ ദൈവം ആദിയിൽ സൃഷ്ടിച്ച ഭൂമി പാഴുമല്ല, ശൂന്യമല്ല. കാരണം എൻ്റെ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയും പാഴല്ല, ശൂന്യവുമല്ല. എൻ്റെ ദൈവത്തിന് അങ്ങനൊന്നും സൃഷ്ടിക്കാൻ കഴിയത്തുമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവാം, നിങ്ങളുടെ ദൈവത്തിന് പറ്റും. എൻ്റെ ദൈവം സൃഷ്ടിച്ചാൽ അത് പാഴല്ല. എൻ്റെ ദൈവം സൃഷ്ടിച്ചാൽ അത് ശൂന്യമല്ല. എൻ്റെ ദൈവം എന്തെങ്കിലും സൃഷ്ടിച്ചാൽ അത് നിറവുള്ളതാണ്. അതിന് എൻ്റെ ദൈവം ഇട്ട പേര് പറുദീസ എന്നാണ്. ഏതെന്നാ അതിനെ വിളിച്ചേ? അതിൻ്റെ പേര് പറുദീസ എന്നാണ്. ഈ രാത്രി തിരിച്ചറിഞ്ഞോണേ, ദൈവം സൃഷ്ടിക്കുന്നതൊന്നും പാഴാകത്തില്ല, ശൂന്യമാകത്തില്ല. എന്നാൽ ആ വീഴ്ച മുഖാന്തരം ശൂന്യമായി പോയ ഭൂമിയെ എൻ്റെ ദൈവം തിരിച്ചു പിടിക്കുന്നതിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വരണേ. ആ ഭാഗം പഠിക്കുമ്പോൾ വചനത്തിൽ കാണാൻ കഴിയും, ഏദനിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നിട്ടും ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പരിവർത്തിച്ചു കൊണ്ടിരുന്നിട്ടും ഈ പാഴായും ശൂന്യമായി വരുന്ന സാഹചര്യത്തിന് ഒരു മാറ്റം വരാത്തയിടത്ത്, ഞാൻ പറയുന്ന ദൈവാത്മാവിന് ശക്തിയില്ലെന്നോ എന്നല്ല, എൻ്റെ കൂടെ വരണേ, അറ്റവും മുറിയും കേട്ടേച്ച് തുമ്പ് വെട്ടിക്കൊണ്ട് നടക്കല്ല്, കാര്യമായിട്ട് പറയുകയാണ്. വിവരം അറിയും. അപ്പോൾ പാഴും ശൂന്യമായ ഭൂമിയെ ദൈവം നിറവുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നൊരു സാഹചര്യത്തെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എൻ്റെ കൂടെ നിങ്ങൾ വരണം. ആ ഭാഗം പഠിക്കുമ്പോൾ കാണാൻ കഴിയും, ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സദാകാലവും ദൈവത്തിൻ്റെ ആത്മാവ് ഭൂമിയിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിന് ചലിക്കാൻ ഒരു സമയമുണ്ട്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് അതിൻ്റെ ആക്റ്റീവ് മോഡിലേക്ക് വരാൻ ദൈവത്തിൻ്റെ ആത്മാവിനൊരു സമയമുണ്ട്. അതിന് ദൈവത്തിൻ്റെ ആത്മാവിനെ ആക്ടിവേറ്റ് ആക്കാൻ ദൈവത്തിൻ്റെ ഒരു ശബ്ദം ഭൂമിയിലേക്ക് വരണം. ദൈവത്തിൻ്റെ ശബ്ദം ഭൂമിയിലേക്ക് വന്ന അടുത്ത മൊമെന്റ് മുതൽ പരിശുദ്ധാത്മാവ് അതിൻ്റെ ക്രിയേഷൻ ആരംഭിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു ദൈവ ശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ രാത്രി ഞാൻ ഇവിടെ നിന്ന് ഇത് വിളിച്ചു പറയുമ്പോൾ നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഇത് ആക്ടിവേറ്റ് ആക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ ഈ രാത്രി? ഇത് വിശ്വസിക്കാൻ കഴിയുമോ? ഇത് എൻ്റെ കൂടെ വന്നാൽ ഇത് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യും. ഈ രാത്രി ഇത് ഞാനിത് പ്രസംഗിക്കുന്നത് പ്രൊഫറ്റിക്കലിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ഈ രാത്രി നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയത്തുള്ളൂ. വിശ്വസിച്ചോണേ ഈ രാത്രി. ആ പറയുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന വാക്കിങ്ങനെയാണ്, പാഴും ശൂന്യമായ ഭൂമിയിലും പാഴായതിന് പൂർണ്ണ നിയന്ത്രണം വിട്ടുകൊടുക്കാതെ അതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിനൊരു ഇടമുണ്ടായിരുന്നു എന്ന്. ഈ രാത്രി ഇതിനകത്തിരിക്കുന്നവരെ നോക്കി ആത്മാവിൽ ഞാനൊരു ദൂത് പറയാം. നിന്റെ ലൈഫിനകത്ത് നീ നോക്കുമ്പോൾ പാഴും ശൂന്യമായി നിന്റെ സാഹചര്യങ്ങളെ നീ കണ്ടേക്കാം. എന്നാൽ നീ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നീ പോലും അറിയാതെ നിന്റെ അകത്ത് വസിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ഇടമുണ്ട്. അതൊരു ദിവസം പുറത്തു വരും. എങ്ങനെയാ സൃഷ്ടി നടന്നെന്ന് ചോദിച്ചാൽ ഞാൻ അതിനെ ഇങ്ങനെ വെളിപ്പാടിൽ വിളിച്ചു പറയും. ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി തയ്യാറായി നിന്ന ദൈവത്തിന്റെ ആത്മാവ്
ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരു ശബ്ദം വന്ന് വീണപ്പോൾ ദൈവ ശബ്ദം പ്ലസ് ദൈവത്തിന്റെ ആത്മാവ് സമം. ഈ രാത്രി ഞാൻ പറയുന്നു, അവൻ ചിലത് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ കൂടെ ആക്റ്റീവായി നിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ അതിന്റെ അപ്പുറത്ത് നടക്കുന്നത് സൃഷ്ടിയാണ്. ഈ രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, മനുഷ്യരെ എഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് എന്റെ ദൈവം പാഴും ശൂന്യമായ ഭൂമിയെ എഴുന്നേൽപ്പിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ദൈവം ആദ്യം എഴുന്നേൽപ്പിച്ചത് മനുഷ്യനെയല്ല. എൻ്റെ ദൈവം ആദ്യം എഴുന്നേൽപ്പിച്ചത് മനുഷ്യന് വേണ്ടുന്ന ഭൂമിയെ അവൻ എഴുന്നേൽപ്പിച്ചു. എന്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു? പാഴിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. എന്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു? ശൂന്യതയ്ക്കകത്തു നിന്ന് എഴുന്നേൽപ്പിച്ചു. ഈ രാത്രി ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് പ്രവചിച്ചു പറയുകയാണ്, ഈ രാത്രി ഈ വചനം നിങ്ങളുടെ അടുക്കലെത്തുമ്പോൾ ദൈവം നിങ്ങളുടെ ശൂന്യതയ്ക്കകത്തുനിന്ന്, നിങ്ങളുടെ ഫോംലെസ് ആയി കിടക്കുന്ന സാഹചര്യത്തിനകത്ത്, നിങ്ങളുടെ വോയിഡായി കിടക്കുന്ന സാഹചര്യത്തിനകത്തുനിന്ന് ദൈവം ഈ രാത്രി നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണെന്ന് ആത്മാവിൽ ഞാൻ പ്രതികരിച്ചാൽ, ആത്മാവിൽ ഞാൻ പ്രവചിച്ചാൽ, ഈ വചനത്തോട് ആത്മാവിൽ പ്രതികരിക്കുന്ന എത്ര പേരിനകത്തിരിപ്പുണ്ട്? നിനക്ക് എഴുന്നേൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെയും ദൈവ ശബ്ദത്തിന്റെയും സംയോജിത ഇടപെടൽ ഈ രാത്രി അത് സംഭവിക്കുകയാണ്. ദൈവ ശബ്ദം, പരിശുദ്ധാത്മാവ് ചിലതിനെ രാത്രി എഴുന്നേൽപ്പിക്കുന്നു. പ്രമാണി അന്തരാധന എന്ന് പറഞ്ഞാൽ ഒരു ദൂത് അവിടുന്ന് കേട്ടോ. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് നീ ആയിരിക്കേണ്ട ഇടത്തെ ദൈവം ചേഞ്ച് ചെയ്യും. ആദമേ, നിന്നെ മണ്ണിൽ നിന്ന് ഞാൻ എഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് പാഴും ശൂന്യമായ ഏതിനെ ഞാൻ എഴുന്നേൽപ്പിക്കും. ഈ രാത്രി ചിലരോട് ആത്മാവിൽ ഞാൻ പറയുന്നു, നിന്റെ ഈ രാജ്യത്തേക്കുള്ള വരവിന് മുമ്പേ ഈ നീ ആയിരിക്കുന്ന ഈ രാജ്യത്തിന്റെ സ്ഥിതിയെ എന്റെ ദൈവം ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനെ പ്രവചനാത്മാവിൽ പിടിക്കാൻ കൃപ പ്രാപിച്ച ദൈവജനം ഈ രാത്രി ഇതിനെ പിടിച്ചോണം. നീ രാജ്യത്ത് വന്നിട്ടല്ല നിന്റെ സാഹചര്യം മാറുന്നത്. നീ വരുന്നതിന് മുമ്പ് എന്റെ ദൈവം ഈ കാനഡയെയും ഒരു പരദീസയാക്കി നിനക്ക് വേണ്ടി ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, പാഴും ശൂന്യമായി കിടക്കുന്ന ഭൂമിയെ ഒരിക്കലും എൻ്റെ ദൈവം പൂർണ്ണമായി പിശാചിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. നിങ്ങളത് മനസ്സിലാക്കിക്കോണം. ഇന്നത്തെ സാഹചര്യം നോക്കി നിങ്ങൾ ദൈവത്തിനുള്ളതല്ല എന്ന് വിലയിരുത്തരുത്. നിന്റെ ഇന്നത്തെ അവസ്ഥ നോക്കി ദൈവത്തിന് നിന്നിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് നീ വിചാരിക്കരുത്. ഇന്നത്തെ നിന്റെ ചുറ്റുപാടുകൾ നോക്കി ദൈവത്തിന് നിന്നിലൊന്നും ചെയ്യാനില്ല എന്ന് നീ വിചാരിക്കരുത്. നിനക്കൊരു സമയം എൻ്റെ ദൈവം വെച്ചിട്ടുണ്ട്. ആ സമയത്തിന് വേണ്ടി നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്യുകയാണ്. ഈ രാത്രി എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? നീ പല കാര്യങ്ങൾക്കും വേണ്ടി സമീപിക്കും. ഇതൊന്നും നടന്നിരുന്നെങ്കിൽ, ഇതൊന്ന് ചെയ്തിരുന്നെങ്കിൽ, പല കാര്യങ്ങൾക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ രാത്രി നിന്നോട് പറയുന്നു, അത് നിന്റെ സമയം. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നിൽ വെളിപ്പെട്ടിരിക്കുന്നത് എൻ്റെ സമയത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ സമയത്തിന് വേണ്ടിയിട്ടാണ് ദൈവം വെയിറ്റ് ചെയ്യുന്നത്. ഈ രാത്രി ഞാൻ ഇത് പറയുമ്പോൾ ചിലരുടെ സമയമായെന്ന് കൂടെ പറയാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിന്റെ സമയമായെന്ന് പറയാൻ, ഈ സഭയുടെ സമയമായെന്ന് പറയാൻ, നിന്റെ ഭാവിയുടെ സമയമായെന്ന് പറയാൻ, നിന്റെ സൗഖ്യത്തിന്റെ സമയമായെന്ന് പറയാൻ, നിന്റെ ജോലിയുടെ സമയമായെന്ന് പറയാൻ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ സമയമായെന്ന് പറയാൻ ഈ രാത്രി ഒരു ദൈവ ശബ്ദം നിന്നെ ആക്ടിവേറ്റ് ആക്കാൻ
പരിശുദ്ധാത്മാവിന് സന്ദേശം കൊടുക്കുന്നു. ഈ രാത്രി ഞാനിത് പറയുമ്പോ ദൈവശക്തി ചിലതിന് ഈ രാത്രി എഴുന്നേൽപ്പിക്കുന്നു. കൃപ പ്രാപിച്ചവർ കരങ്ങളെ അടിച്ച് വായ്കളെ തുറന്ന് അന്യഭാഷകളെ ആത്മാവിൽ പ്രതികരിക്കുക. ഈ രാത്രി ചിലത് എഴുന്നേൽക്കട്ടെ. ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ദൈവം എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. മനുഷ്യൻ പറഞ്ഞിട്ട് മാറ്റിപ്പറയും ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്ന്. എന്നാൽ എൻ്റെ ദൈവം പറഞ്ഞാൽ പറഞ്ഞതാണ് ഉദ്ദേശിച്ചത്. എൻ്റെ ദൈവത്തിന് ഹിഡൻ മീനിങ്ങുകളൊന്നുമില്ല. ഈ രാത്രി നിന്റെ ലൈഫിനെ നോക്കി ആത്മാവിൽ ഞാൻ പറയുകയാണ്, നിന്നെ എഴുന്നേൽപ്പിക്കാൻ എൻ്റെ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നു. എൻ്റെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. ഞാൻ ഈ അഹവയെ നോക്കി രാത്രി പ്രവചിക്കുകയാണ്. അഹവയെ എഴുന്നേൽപ്പിക്കാൻ എൻ്റെ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നു. അഭിഷിക്ത ദൈവദാസന്മാരെ നോക്കി രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നു. ഇത് ഈ സീസണിന്റെ ആവശ്യമാണ്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ ദൈവത്തിന്റെ ഉണർവിനെ ചുമക്കാൻ മരിച്ചു കിടക്കുന്നതിനെയും ഉറങ്ങിക്കിടക്കുന്നതിനെ എഴുന്നേൽപ്പിക്കാൻ എൻ്റെ ദൈവം ഈ രാത്രി ഈ സഭയെ തിരഞ്ഞെടുത്ത് ആത്മാവിൽ പറയുന്നു. ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കൂ. ഇതിന്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കുന്നവരെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലേ? ഞാൻ ഒരു വാക്ക് നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ചിലപ്പോൾ വിയേർഡായിട്ട് തോന്നും, ഓക്വേർഡായിട്ട് തോന്നും. നിന്റെ കംഫർട്ട് അല്ല എൻ്റെ ദൈവത്തിനുള്ള ആരാധന. നിന്റെ കംഫർട്ട് എപ്പോ ബ്രേക്ക് ആവുമോ അവിടെ സാക്രിഫൈസ്. നിന്റെ കംഫർട്ട് ബ്രേക്ക് ആവാത്ത ഇടത്ത് സാക്രിഫൈസ് ഇല്ല. കംഫർട്ട് ഇരുന്ന് ഒരിക്കലും ഒരുത്തനും സാക്രിഫൈസ് ചെയ്യാൻ കഴിയത്തില്ല. സാക്രിഫൈസ് എന്ന് പറയുന്നത് തന്നെ നിന്റെ കംഫർട്ട് ബ്രേക്ക് ചെയ്യുന്നതാണ്. ഈ രാത്രി ദൈവത്തിന്റെ വചനം നിന്റെ അടുക്കലെത്തുമ്പോൾ നിനക്കൊരു ത്യാഗത്തോടെ നിന്നെ മറന്ന് ഈ രാത്രി ദൈവത്തോടൊന്ന് അടുക്കാൻ നീ ഒന്ന് തയ്യാറായാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന വൈരികളെ ഈ രാത്രി ഈ ദൈവ വചനം ചിതറിക്കും. ഞാനിത് പ്രവചിക്കുകയാണ്. ചിലരോട് ഈ രാത്രി ഞാനിത് പ്രവചിക്കുകയാണ്. ചിലരെ ചിതറിക്കാൻ ഈ രാത്രി ദൈവം തയ്യാറാണ്. നിന്റെ പ്രശ്നത്തെ ചിതറിക്കാൻ നീ പ്രാർത്ഥിച്ചിട്ടും അടങ്ങാത്ത തിരമാലയെ ഈ രാത്രി ദൈവം ഒരു വാക്ക് ഈ രാത്രി ചിലതിനെ അടക്കുകയാണ് പരിശുദ്ധാത്മാവ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്നോട് ദൈവത്തിനുള്ള സമീപനം മാത്രമല്ല നീ നോക്കേണ്ടത്, നിനക്ക് ദൈവത്തോടുള്ള സമീപനവും വിഷയമാണ്. Jesus. Arabara pramana. Halka prabeni amdaradana. Jesus name. Yes. Jesus. ദൈവത്തിന്റെ സൃഷ്ടികളെ ഭൂമിയിലേക്ക് വിളിച്ചു വരുത്തുന്നതിനു മുമ്പ് ഭൂമി കേട്ട ആദ്യത്തെ കാര്യം ദൈവ ശബ്ദമായിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടാകട്ടെ എന്നുള്ളത് സംഭവിക്കുന്നതിന് മുമ്പ് ഭൂമി ആദ്യം തൊട്ടറിഞ്ഞത് ഉണ്ടാകട്ടെ എന്നുള്ള ശബ്ദമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഉണ്ടാകട്ടെ എന്നുള്ള അവസ്ഥയ്ക്ക് മുമ്പ് ഉണ്ടാകട്ടെ എന്നുള്ള വാക്കായിരുന്നു ഭൂമി ആദ്യം തിരിച്ചറിഞ്ഞത്. ഈ രാത്രി നിങ്ങളുടെയും തിരിച്ചറിവ് ഇതായിരിക്കണം. കണ്ടിട്ടല്ല ഉണ്ടായത് അറിയേണ്ടത്,
കേട്ടിട്ടറിയുന്ന ഒരു തലമുറ. ഭൂമിയുടെ പ്രതികരണം അതായിരുന്നു. ഉണ്ടായിട്ടുണ്ടായെന്ന് വിശ്വസിക്കുന്ന അവസ്ഥ മാറട്ടെ ഈ രാത്രി. കേൾക്കുമ്പോൾ തന്നെ ഉണ്ടായതായി കാണുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേറ്റാൽ നിന്റെ വിശ്വാസം മൂലം ഉണ്ടാകാത്തതൊരു വാക്കിന്റെ പുറത്ത് രാത്രി ഉണ്ടാകാൻ പോകുകയാണ്. എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന അബ്രഹാമിന്റെ ദൈവം ഈ രാത്രി ഇതിനകത്തിരുന്ന് വിളിച്ചു പറയുന്നു, ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഈ വാക്ക് ഉണ്ടായിട്ടല്ല നീ കാണേണ്ടത്, ഇത് കേൾക്കുമ്പോൾ നീ കാണണം. അവനെ എഴുന്നേൽക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ ഈ പറയുന്ന എഴുന്നേൽപ്പ് ഇതിനകത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതല്ല, എഴുന്നേറ്റവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ രാത്രി ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ ശബ്ദത്തെ കേൾക്കുന്ന തലമുറ നിനക്ക് ദൈവത്തിന്റെ ശബ്ദത്തെ കാണാൻ കഴിയട്ടെ. ഇത് വെളിപ്പാടാ ഞാൻ ഈ പറയുന്നത്. ദൈവ ശബ്ദം കേൾക്കാനുള്ളതല്ല, ദൈവ ശബ്ദം കേട്ടാൽ കാണാനുള്ളതാണ്. ദൈവ ശബ്ദം കേൾക്കാൻ മാത്രമല്ല, നിന്നെ കേൾപ്പിച്ചത് നിന്നെ കാണിക്കാനുള്ളതാണ്. നിന്നെ കേൾപ്പിച്ചത് ദൈവം കാണിക്കാനുള്ളതാണ്. ഈ രാത്രി അത് വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങളെ അടിച്ച് വായ്കളെ തുറന്ന് ആത്മാവിൽ പ്രതികരിച്ച് ചിലത് വീരധാരം ശബ്ദോരീകൾ ധാരികരന്തോ വീരധാരം വീരധാരം തേരം വഞ്ച ധീരവരന്തോ വീരധാര ധേരെ റീഷോ ധേരെ വീരചന്ദ്ര മൗഢവരന്തോ ധീരവരന്ത വീരധാരം ശബ്ദം ധേരം വെഖോനേവ ശബ്ദോധേര ധാരിതരകം വീരവരന്തോ വീരവരന്തോ വീരഗന്തോ വീരധമരേ രക്ഷതേരം വീരധേരെ വീര ശബ്ദമാദൽ ധാരം ശബ്ദതേരം ധാരികാരം വീരധേരം ധാരം മാദൽ വീര ശബ്ദമ അപ്തുവരന്തോ വീരഗതരോ ശബ്ദം കേട്ടിരിക്കുന്ന തലമുറയുടെ കാലം കഴിഞ്ഞു. ശബ്ദം കേട്ടത് കാണുന്ന തലമുറയായത്. ശബ്ദം കേട്ടാൽ അത് കാണാൻ നീ പഠിച്ചാൽ നിന്റെ റിസീവിംഗ് മെന്റാലിറ്റി മാറും. എത്ര പേര് രാത്രി എഴുന്നേക്കാൻ സമർപ്പിക്കുന്നുണ്ട്? എത്ര പേര് രാത്രി എഴുന്നേക്കാൻ സമർപ്പിക്കുന്നുണ്ട്? എഴുന്നേൽക്കാൻ എത്ര പേര് സമർപ്പിക്കുന്നുണ്ട്? ആ കരമൊന്ന് കാണട്ടെ. ആത്മാർത്ഥമായ കരമൊന്ന് ഉയർത്തിക്കേ. എഴുന്നേൽക്കാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി നിന്റെ പ്രതികരണം എന്റെ ദൈവത്തിന് വിഷയമാണോ? നീ എഴുന്നേൽക്കാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ നിന്റെ റെസ്പോൺസ് എന്റെ ദൈവത്തിന് വിഷയമാണോ? യുവർ റെസ്പോൺസ് മാറ്റേഴ്സ്. ഈ രാത്രി ആത്മാവിൽ ഞാനത് വിളിച്ചു പറയുകയാണ്. നിന്റെ പ്രതികരണം ഈ രാത്രി ചിലതിനെ നിന്റെ അടുക്കൽ വിളിച്ചു കൊണ്ടുവരും, ഇല്ലാത്തതിനെ വിളിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടല്ലെന്നേ എന്റെ ദൈവത്തിന്റെ വാക്ക് നിന്റെ മേൽ വീണത് കൊണ്ട് ഇതുവരെ ഇല്ലാത്തത് ഈ രാത്രി നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് വന്ന് നിൽക്കും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വായികളെ തുറന്ന് അന്യഭാഷകൾ തലയിലോട്ട് കൈവച്ചിട്ട് രാത്രി ഒന്ന് പറയാമോ? വിശ്വസിക്കുന്നവർ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ, അല്ലാത്തവരാരും പറയല്ലേ. ഞാൻ ദൈവശബ്ദം കേൾക്കുക മാത്രമല്ല കാണുകയും ചെയ്യുമെന്ന് പറഞ്ഞാട്ട് ഒന്ന് വാഹ തുറന്ന് പറഞ്ഞേ. ഞാൻ ദൈവശബ്ദം കേൾക്കുക മാത്രമല്ല കാണുകയും ചെയ്യും. നീ കണ്ടാൽ നീ എഴുന്നേൽക്കും. നീ കണ്ടാൽ നീ എഴുന്നേൽക്കും.
നീ കാണാത്തത് കൊണ്ടാണ് നിന്റെ സാഹചര്യത്തിൽ നിനക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തത്. ഈ രാത്രി ഈ ദൈവ ശബ്ദം നിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, അടുത്ത 24 മണിക്കൂറിനകം പിടിക്കാൻ കൃപ പ്രാപിച്ചവരുണ്ട്. ഈ രാത്രി ഞാൻ ദൈവത്തിന്റെ പ്രവാചകനായി നിന്ന് ഇതിനകത്ത് നിങ്ങളുടെ മേൽ ഡിക്ലെയർ ചെയ്യുകയാണ്. അടുത്ത 24 മണിക്കൂറിനകം നീ കേട്ട ചിലത് കാണാൻ പോകുകയാണ്. നീ കേട്ട ചിലത് കാണാൻ പോകുകയാണ്. നീ കേട്ട ചിലത് കാണാൻ പോകുകയാണ്. നീ കേട്ടത് നിന്റെ സഭ കാണാൻ പോകുകയാണ്. നീ കേട്ടത് നിന്റെ കുടുംബം കാണാൻ പോകുകയാണ്. നീ കേട്ടത് നിന്റെ തലമുറ കാണാൻ പോകുകയാണ്. നീ കേട്ടത് നിന്റെ രാജ്യം കാണാൻ പോകുകയാണ്. നീ കേട്ടത് നിന്റെ കൂട്ടുകാർ കാണാൻ പോകുകയാണ്. നീ കേട്ടത് നിന്റെ കുടുംബം കാണാൻ പോകുകയാണ്. നീ കേട്ടത് ഈ രാത്രി ദൂതന്മാർ കാണുന്നു. ഈ രാത്രി ദൂതന്മാർ അത് കാണുന്നു. നോക്കിയിരിക്കാതെ ഈ രാത്രി കാണ്. നിന്റെ കണ്ണ് തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ജീസസ് നെയിം. പരിശുദ്ധാത്മാവ് എന്നോടൊരു കാര്യം പറയുന്നു കേട്ടോ. ചിലർക്ക് എഴുന്നേക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഇതിൻ്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കണമെന്ന്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവസാനം വരെ നിൽക്കേണ്ടി വരുമോയെന്ന് വിചാരിച്ചിട്ട് ചിലർ എഴുന്നേക്കുന്നില്ല. നിനക്ക് ഇരിക്കണം, പോയി ഇരിക്കാം. നിനക്ക് എഴുന്നേണ്ടൊക്കെ പോയി എഴുന്നേക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. നിനക്ക് എങ്ങനെ വേണേലും കർത്താവിനെ പ്രസാദിപ്പിക്കാം കേട്ടോ. ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം. ഇവിടെ എഴുന്നേൽക്കുന്നവരൊക്കെ പ്രൊഫറ്റിക്കലി എഴുന്നേക്കുക. അവര് വെറുതെ എഴുന്നേക്കുവല്ല. അവരുടെയൊക്കെ ലൈഫിൽ എന്തോ ഡിഫറൻസ് ആയിട്ട്, എന്തോ ഡിഫറൻ്റ് ആയിട്ട് കർത്താവ് ചെയ്യുകയാണ്. ഞാനിവിടെ പറഞ്ഞെഴുന്നേൽപ്പിക്കുവല്ല ആരെയും. പക്ഷേ ദൈവം നിയോഗം തൊടുമ്പോ അവരറിയാതെ ദൈവത്തെ സ്തുതിക്കുന്നതാണ്. ഈ രാത്രി ഞാൻ നിങ്ങളോടും പറയാം, നിങ്ങൾ കേൾക്കുന്ന തലമുറയല്ല, കേട്ടത് കാണുന്ന തലമുറയാണ്. നിങ്ങൾ കേട്ടത് കാണുന്ന തലമുറയാണ്. അടുത്ത 24 മണിക്കൂറിനകം ഇതിനകത്ത് ഇതിനെ വിശ്വസിച്ച് പിടിച്ചവരൊക്കെ അടുത്ത ഒരു വാഗ്ദത്തത്തിന്റെ സീസണിലേക്ക് കയറുകയാണ്. You are not called for promises. You are called for inheritance. You are called for inheritance. ഇൻഹെറിറ്റൻസ് കാണുവല്ലെന്നേ. ഇൻഹെറിറ്റൻസ് കേൾക്കുവല്ല, പ്രോമിസ് പക്ഷേ കേൾക്കുവാണ്. എന്നാൽ ഇൻഹെറിറ്റൻസ് പറയുന്നത് കാണുന്നതാണ്. ഈ രാത്രി ദൂത് തിരിച്ചറിഞ്ഞോണേ. ഇൻഹെറിറ്റൻസ് പറയുന്നത് കേൾക്കുന്നതല്ല, നീ കാണുന്നതാണ്. എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം നീ കേൾക്കും, എന്നാൽ അവകാശം നീ കാണും. വാഗ്ദത്തം നീ കേൾക്കും, 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 അവകാശം നീ കാണും. Oh Jesus, Reshekemi Satani. Regal Taragadaraka. Sham Taragadaraka. Oh Jesus. ദൈവ ശബ്ദം വന്നു വീണ ഏദനിലെ മണ്ണ് പോലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാറ്റടിക്കുമ്പോൾ എഴുന്നേൽക്കാൻ തയ്യാറായിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ?
ദൈവശബ്ദം വന്നു വീണ ഏദനിലെ മണ്ണ് പോലും ദൈവശബ്ദത്തിൻ്റെ പുറകെ വരുന്ന കാറ്റടിക്കുമ്പോൾ എഴുന്നേൽക്കാൻ തയ്യാറായിരുന്നു. ഈ രാത്രി തിരിച്ചറിഞ്ഞോണം, ഏദനിൽ മണ്ണിൻ്റെ മേൽ വീണ ശബ്ദം ഇതാ മണ്ണിൻ്റെ മേൽ ശബ്ദം മാത്രമല്ല, ദൈവത്തിൻ്റെ കൈ കൂടെ വരുന്നു. ദൈവത്തിൻ്റെ കൈ കൂടെ വരുന്നു. ഈ രാത്രി ഇതിനകത്തിരിക്കുന്നവരുടെ ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്, നീ കേൾക്കുന്നത് മാത്രമല്ല, നീ കാണുന്നത് മാത്രമല്ല, തൊട്ടറിയുന്ന ഒരു തലമുറ, ദൈവത്തിന്റെ കരത്തെ അടുത്ത് കാണുന്ന ഒരു തലമുറ. ഈ രാത്രി ഞാനിത് പറയുമ്പോ ഇതിനകത്തൊരു തലമുറ ദൈവത്തിന്റെ സ്പർശനത്തെ ഈ രാത്രി അറിയാൻ പോകുകയാണ്. ഈ രാത്രി അത് അറിയാൻ പോകുകയാണ്. ഏദനിലെ ജീവനില്ലാത്ത മണ്ണ് ദൈവശബ്ദം വന്ന് വീണപ്പോൾ ജീവനുള്ളതായെങ്കിൽ ഈ രാത്രി നീയാകുന്ന മണ്ണ് ഈ രാത്രി ദൈവത്തിന്റെ കയ്യാൽ, ദൈവത്തിന്റെ ശ്വാസത്താൽ നീ എഴുന്നേൽക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കർത്താവ് രാത്രി സംസാരിക്കുന്നുവെന്ന്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ മഹത്വം കാണും. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ. വിശ്വസിക്കാത്തവരും കാണും, വിശ്വസിക്കേണ്ടതിനായി കാണും. കുറച്ച് നേരത്തെ ആയിരുന്നു ഞാൻ പറഞ്ഞതിനും വിശ്വസിച്ചില്ലേ കാണുകയില്ലാന്ന്. പക്ഷെ കർത്താവ് എന്നോട് പറയുന്നു, വിശ്വസിക്കാത്തവർ വിശ്വസിക്കേണ്ടതിന് കാണാൻ പോയ എന്ന് പറഞ്ഞു നീ മനഃപൂർവ്വം പോടേ എന്ന് പറഞ്ഞ് നീ ഇരുന്നോ, നീ കാണത്തില്ല. അതുകൂടെ ഞാൻ പറയാം. ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് വളരെ ബോധ്യമുണ്ട്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്നാൽ നിനക്ക് വിശ്വസിക്കാൻ ഒന്നും നിന്റെ ലൈഫിൽ ഇല്ല എങ്കിൽ വിശ്വസിക്കേണ്ടതിന് ചിലത് ദൈവം നിന്നെ കാണിക്കും. അതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് വ്യക്തമായോ? വിശ്വസിക്കുന്നവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. എന്നാൽ വിശ്വസിക്കാത്തവർ ആ വിശ്വസിക്കേണ്ടുന്ന സാഹചര്യത്തിൻ്റെ സ്വഭാവം എനിക്കറിയില്ല. അത് ദൈവത്തിൻ്റെ നിർണയത്തിലിരിക്കുന്ന കാര്യമാണ്. ഈ രാത്രി നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകട്ടെ. ഞാൻ അതും കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞു വെക്കുകയാണ്. ഈ ആഴ്ചയിൽ ഞാൻ കേട്ട ഒത്തിരി ദൂതുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ദൂത് എന്നോട് പറഞ്ഞ ഞാൻ പറയുന്നില്ല. ആ ദൂതിൻ്റെ റീസൺ കൊണ്ടാണ് ഞാൻ ഓരോന്ന് തിരുത്തി പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെല്ലാം ഡിസ്ക്ലൈമർ വെച്ച് പറയുന്നത്. അത് മണിക്കൂറുകൾക്കകത്ത് ആക്റ്റീവ് ആകുന്നത് ഞാൻ കാണുന്നുണ്ട്. മിനിറ്റുകൾക്കകത്ത് ആക്റ്റീവ് ആകുന്നതിൻ്റെ റിസൾട്ട് ഈ രാത്രി ഇതിനകത്തിരിപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിൽക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഭൂമിയെ എഴുന്നേൽപ്പിച്ചു ദൈവം. ഇനി എഴുന്നേക്കാൻ പോകുന്ന മനുഷ്യനാണേ. ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ ശബ്ദം വന്ന് വീണ മണ്ണ്. ഇപ്പം നിങ്ങൾ ആ മണ്ണിനൊന്ന് സൂക്ഷിച്ചു നോക്കുകയും ആ മണ്ണ് അടുത്ത ദൈവശബ്ദം വീണ അടുത്ത മൊമെൻ്റ് മുതൽ പിന്നീടത് പാഴല്ല. ദൈവശബ്ദം വന്ന് വീണ അടുത്ത മൊമെൻ്റ് മുതൽ ആ മണ്ണ് ശൂന്യമല്ല. പാഴും ശൂന്യമായതിനെ ദൈവശബ്ദം വന്ന് വീണപ്പോൾ പുറത്തു വന്ന മനുഷ്യൻ്റെ രൂപം അവൻ്റെ സാദൃശ്യത്തിലും അവൻ്റെ സ്വരൂപത്തിലും. ഞാൻ ഈ പറയുന്ന ദൂതിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവം എന്തെങ്കിലും മെനക്കെട്ട് പുറത്തിറക്കാൻ തീരുമാനിച്ചാൽ there should be a God's nature in it. ദൈവത്തിൻ്റെ ഒരു സ്വഭാവം അതിനകത്തുണ്ടാകും. നിന്റെ ലൈഫിനകത്ത് ദൈവത്തിൻ്റെ സ്വഭാവമില്ലാത്തതെല്ലാം ഈ രാത്രി പോകട്ടെ. പലരും ആമേൻ പറഞ്ഞില്ല. ദൈവത്തിൻ്റെ സ്വഭാവമില്ലാത്തതെല്ലാം പോകട്ടെ. കുടുംബജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ സ്വഭാവമില്ലാത്തതെല്ലാം പോകട്ടെ.
സഭയ്ക്കകത്ത് ദൈവത്തിന്റെ സ്വഭാവം ഇല്ലാത്തതെല്ലാം പോകട്ടെ. Amen. ഞാൻ ഈ പറയുന്ന സഭയെന്ന് പോകട്ടെന്നല്ല, അതിന്റെ വാലും പിടിച്ചോണ്ട് വരരുത്. സഭയെന്ന് പോട്ടെന്നല്ല, ദൈവത്തിന്റെ സ്വഭാവം നിന്നിലേക്ക് വരട്ടെന്നാ പറയുന്നത്. Amen. ആ, അങ്ങനെ പിടിച്ചോണം അതിനെ. ദൂത് പിടിക്കാനും പഠിക്കണം. Amen. നമ്മൾ പറഞ്ഞു വന്ന് ദൂതിലേക്ക് പോവാം. എനിക്ക് സമയമില്ല. ഞാൻ സമയം നോക്കിയത് കേട്ടോ. പെട്ടെന്ന് നിർത്തിയേക്കാം. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഒത്തിരി ഉണ്ട് കേട്ടോ. നിങ്ങളിരിക്കാമെങ്കിൽ ഞാൻ പറയാം, പക്ഷേ എനിക്കറിയില്ല. ഓക്കെ, ശ്രദ്ധിച്ചേ. ദൈവശബ്ദം വീണ മണ്ണ്, ദൈവത്തിൻ്റെ കരം തൊട്ട മണ്ണ്, ദൈവത്തിൻ്റെ ശ്വാസം അടിച്ച മണ്ണ്. ഒന്നുകൂടെ കേട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം വീണ മണ്ണ്, ദൈവത്തിൻ്റെ കരം തൊട്ട മണ്ണ്, ദൈവത്തിൻ്റെ ശ്വാസം വന്ന മണ്ണ്. ദൈവത്തിൻ്റെ ശബ്ദം പ്ലസ് ദൈവത്തിൻ്റെ കൈ പ്ലസ് ദൈവത്തിൻ്റെ ശ്വാസം. ഇതിൻ്റെ പേര് നീ എന്നാണ്. നിന്നെ ഒന്ന് നോക്കിയാൽ ഇത് മൂന്നും നിനക്ക് രാത്രി കാണാം. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ ശ്വാസം, ഇത് മൂന്നും കൂടി ചേരുന്നത് കൊണ്ടാണ് ഈ രാത്രി നീ ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിന്റെ ശബ്ദം ഉള്ളത് കൊണ്ടാണ് നീ ഈ രാത്രി ഇവിടെ കേൾക്കാനിരിക്കുന്നത്. ദൈവത്തിന്റെ കരമുള്ളത് കൊണ്ടാണ് ഈ രാത്രി നീ ഇതിനകത്ത് കയറി വന്നത്. ദൈവത്തിന്റെ ശ്വാസം നിന്നിൽ വസിക്കുന്നത് കൊണ്ടാണ് ഈ രാത്രി നീ ജീവനോട് അവശേഷിക്കുന്നത്. ദൈവത്തിന്റെ ശ്വാസം നിന്റെ ജീവൻ മാത്രമല്ല, നിന്റെ ആത്മാവ് കൂടെയാണ്. ഈ രാത്രി തിരിച്ചറിഞ്ഞോണം, നിന്റെ അകത്ത് വസിക്കുന്ന ആത്മാവ് ന്യൂമ എന്ന് പറഞ്ഞാൽ ആത്മാവ്. വേറൊരു വാക്ക് കാറ്റെന്നുകൂടെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ കാറ്റിനെഴുതി വച്ചിരിക്കുന്ന എബ്രായ വാക്ക് ന്യൂമ എന്നാണ്. ഈ രാത്രി ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, വെറും കാറ്റല്ല നിങ്ങളുടെ മേൽ വീണത്. കാറ്റിന്റെ പുറകിൽ വസിക്കത്തക്ക നിലയിലുള്ള, നിന്നെ എഴുന്നേൽപ്പിക്കത്തക്ക നിലയിലുള്ള ദൈവത്തിന്റെ ശക്തമേറിയ ഒരാത്മാവാണ് ഈ രാത്രി നിന്നിൽ വസിക്കുന്നത്. ദൈവത്തിന്റെ കരം അനുഭവിച്ചവൻ, ദൈവത്തിന്റെ ശബ്ദം കേട്ടവൻ, ദൈവത്തിന്റെ ശ്വാസത്തിൽ വസിക്കുന്നവൻ ഈ രാത്രി പറയട്ടെ, നന്ദിയപ്പാ. ഇത് മൂന്നും വേണ്ടാത്തവരും ഇത് മൂന്നും ഇല്ലാത്തവരുമായി ആരും ഇതിനകത്തില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രിക്കാരെ ഒന്ന് ഉയർത്തി എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ നിങ്ങൾക്ക്. എൻ്റെ പൊന്നു സുഹൃത്തെ, ദൈവത്തിൻ്റെ ശബ്ദമില്ലാതെ നിനക്ക് ഈ രാജ്യത്ത് നിൽക്കാൻ കഴിയത്തില്ല. നിനക്ക് ദൈവശബ്ദം ഉണ്ടെങ്കിലേ നിൽക്കാൻ കഴിയത്തുള്ളൂ. നിനക്ക് ദൈവത്തിൻ്റെ കരമില്ലാതെ ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നിനക്ക് ദൈവത്തിൻ്റെ കരമുണ്ടെങ്കിലേ നിൽക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ കരവും ഈ രാത്രി നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ശ്വാസവുമുണ്ട്. ദൈവത്തിൻ്റെ ശ്വാസവും ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ കൈയും നിന്നിൽ സമ്മേളിക്കുമ്പോൾ വചനം അതിനെ വിളിച്ചു ജീവനെന്ന്. എന്തോ വിളിച്ച വചനം അതിനെ? ജീവനെന്ന്. ഈ രാത്രി ഒരു ദൂത് അവിടെ എന്ന് പറയാം. ഈ നിനക്ക് എങ്ങനെ എഴുന്നേൽക്കാൻ കഴിയുന്നതെന്ന് അറിയാമോ? ജീവനുള്ളത് കൊണ്ടാണ് നിനക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നത്. നിന്റെ ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജീവഭാണ്ഡത്തിൽ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജീവഭാണ്ഡത്തിൽ കെട്ടിയിരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ജീവനോടിരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ രാത്രി തിരിച്ചറിഞ്ഞോണം, നിന്നെ നിർത്തുന്നത് വെള്ളിയല്ല, നിന്നെ നിർത്തുന്നത് പൊന്നല്ല, നിന്നെ നിർത്തുന്നത് വിദ്യാഭ്യാസമല്ല, നിന്നെ നിർത്തുന്നത് നിന്റെ ആരോഗ്യമല്ല, നിന്നെ നിർത്തുന്നത് നിന്റെ സാമ്പത്തികമല്ല, നിന്നെ നിർത്തുന്നത് നിന്റെ ജോലിയല്ല, നിന്നെ നിർത്തുന്നത് നിന്റെ കഴിവല്ല, നിന്റെ പ്രാപ്തിയല്ല, നിന്റെ ബന്ധങ്ങളല്ല, നിന്റെ കൂട്ടുകാരല്ല. ഈ രാത്രി ഞാൻ ആത്മാപൂർണനായി വിളിച്ചു പറയാം, നിന്നെ നിർത്തുന്നത് എന്റെ ദൈവമാണ്. എന്റെ ദൈവമെന്ന് പറഞ്ഞാൽ അത് നിന്റെ ജീവനാണ്. ഈ രാത്രി ഇതിനകത്തിരിക്കുന്നവരിൽ വസിക്കുന്നത് യേശുവിന്റെ ജീവൻ.
യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ. ദൈവശബ്ദം വന്നു വീണപ്പോൾ വീഴുന്നിടം വരെ ആ സ്ഥലത്തിന്റെ പേര്, ദൈവശബ്ദം വീഴുന്നിടം വരെ ആ സ്ഥലത്തിന്റെ പേര് പാഴും ശൂന്യവുമായ ഭൂമി. എന്നാൽ ദൈവശബ്ദം വന്ന് വീണ മുതൽ ആ ഇടത്തിന്റെ പേര് മാറി. ആ ഇടത്തിന്റെ പേര് ഏദൻ എന്നായി. ഏദൻ എന്ന് പറഞ്ഞാൽ പറുദീസ. ഈ രാത്രി തിരിച്ചറിഞ്ഞോണം, ഇതിനകത്ത് ദൈവശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചിലരുടെ പേരുകൾ മാറാൻ പോകുകയാണ്. ഞാൻ ഈ പറയുന്നതിന്റെ ആഴം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ചിലരുടെ പേരുകൾ ദൈവം മാറ്റാൻ പോകുകയാണ്. കഴിഞ്ഞ സീസണിൽ നിന്റെ പേര് പാഴും ശൂന്യവും പ്രയോജനരഹിതവുമാണെങ്കിൽ അടുത്ത സീസണിൽ നിന്റെ പേര് ഏതെന്നാകട്ടെ. വിശ്വസിച്ചതിനെ പിടിച്ചോ. ഈ രാത്രി നിന്റെ കുടുംബത്തെ നോക്കി ഈ രാത്രി ആത്മാവിൽ നീ പ്രവചിക്ക. നിന്റെ ലൈഫിലെ നാളെ അറിയുന്ന ഏറ്റവും വലിയ പ്രവാചകൻ ദൈവം കഴിഞ്ഞാൽ നീയാണ്. ഒന്നും കൂടെ പറയാം, നിന്റെ ലൈഫിലെ നിന്റെ നാളെയെ ഏറ്റവും അറിയാവുന്ന ദൈവം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രവാചകനും പ്രവാചകയും നീയാണ്. അതുകൊണ്ട് നിന്റെ നാളെയെ നോക്കി ഈ രാത്രി ആത്മാവിൽ പ്രവചിച്ചോ, എന്റെ ലൈഫിന്റെ പേര് മാറാൻ പോകുകയാണെന്ന്. ഈ രാത്രി അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ലൈഫിന്റെ പേര് ഈ രാത്രി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ ലൈഫിനകത്ത്, ചില കുടുംബത്തിന്റെ ലൈഫിനകത്ത് പേരുകൾ ദൈവാത്മാവ് അത് പറയുന്നു. പേരുകൾ ലജ്ജിക്കാൻ, നീ ലജ്ജിച്ച് പറയാൻ മടിക്കുന്ന ചില പേരുകൾ ഉടമന പ്രമരിയന്തരാധന. ഈ പേര് പറയാൻ നീ ലജ്ജിക്കണ്ട, നിന്റെ പേര് മാറുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി ആത്മാവിന് ഈ ദൂതിനെ പ്രതികരിച്ചു പിടിച്ചോണം. ഞാനത് പ്രതികരിക്കാൻ പറയാൻ നിൽക്കണ്ട. നീ ദൂതിനെ ആത്മാർത്ഥമായി ഒരിക്കൽ പറഞ്ഞ ദൂത് ഇതോടെ കണക്ട് ചെയ്ത് ഞാൻ അങ്ങ് പറയാം. നിന്റെ പേര് മാത്രമല്ല മാറുന്നത്, നീ വിളിക്കുന്നതിന്റെ പേരും മാറും. നിങ്ങൾക്ക് മനസ്സിലായില്ല. ആദമേ, നീ ഇരിക്കുന്ന ഇടത്തിന്റെ പേര് മാറി ഏദനെന്നായി. മണ്ണായ നിന്റെ പേര് മാറി ആദമെന്നായി. ഇനി നിന്റെ മുമ്പിലൂടെ പോകുന്നതിന്റെ പേരും നീ വിളിക്കും. ഈ ദൂത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ദൂത് മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഒരുത്തനെ എഴുന്നേൽപ്പിച്ചാൽ അവന്റെ ചുറ്റുപാടിന്റെ പേര് മാറും. ദൈവം ഒരുത്തനെ എഴുന്നേൽപ്പിച്ചാൽ അവന്റെ പേര് മാറും. ദൈവം ഒരുത്തനെ എഴുന്നേൽപ്പിച്ചാൽ അവൻ വിളിക്കുന്നത് പേരായി മാറും. ഈ രാത്രി ഇത് മൂന്നും ചിലരുടെ മേൽ സംഭവിക്കുകയാണ്. ചില പ്രൊഫറ്റിക്കൽ ഓഫീസർ ഈ രാത്രി ദൈവം തുറക്കുന്നു. പ്രൊഫറ്റിക്കൽ ഓഫീസ് ഇവിടെ തുറക്കുകയാണ്. പിടിക്കാൻ പ്രാപിച്ചവർ ആത്മാവിനെ പിടിച്ചോ. നീ വിളിക്കുന്ന പേരാകും. എന്നാൽ അടുത്ത വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു ദൂത് പറയാം. ഇതിനെ കനത്തോടെ പിടിച്ചോണം. നിന്റെ അടുത്ത തലമുറയുടെ പേരൊരു രാജ്യമാകും. നീ വിളിക്കുന്നത് പേരാകുന്ന സീസൺ കഴിഞ്ഞാൽ നിന്റെ പേരൊരു രാജ്യമാകും. ഈ രാത്രി ഇതിനകത്തിരിക്കുന്നവരുടെ ആത്മാവിൽ പറയാം, പ്രൊഫറ്റിക്കലി ഇതിനെ പിടിക്കാൻ കൃപ പ്രാപിച്ചവരുണ്ടെങ്കിൽ ഈ ദൂതിനെ എടുത്തോ. നിന്റെ പേര് മാറും, നിന്റെ പേര് രാജ്യമാകും എന്ന് പറഞ്ഞ ഡീറ്റെയിൽ ആക്കാം. നിന്റെ പേര് മാധ്യമങ്ങൾക്കകത്ത് ഈ രാത്രി ഞാനിത് കണ്ടെന്ന് പറയാം. നിന്റെ പേര്
മാധ്യമങ്ങൾക്കകത്ത് വരാൻ പോകുകയാണ്. ഈ രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരെ ഞാൻ ഇതാരെ നോക്കി പ്രവചിക്കണം? ഈ രാത്രി കർത്താവ് എനിക്ക് തന്ന അധികാരത്തിൽ ഞാൻ പറയാം, ഞാൻ ആരെ നോക്കി ഈ രാത്രി പ്രവചിച്ചാലും ഇത് സംഭവിച്ചിരിക്കും, ഇത് സംഭവിച്ചിരിക്കും. ആ ഉറപ്പിൽ നിന്ന് പറയാം, ഞാൻ ആരെ നോക്കി പ്രവചിക്കണം? ഈ കരം ഉയർത്തിയവരുടെ എല്ലാം പേര് അടുത്ത വർഷങ്ങൾക്കകം മാധ്യമ ശ്രദ്ധ പിടിക്കുന്ന എനിക്ക് ആ കൈ കാണണം, എനിക്ക് ആ കൈ കാണണം, എനിക്ക് ആ കൈ കാണണം. ഈ രാത്രി എനിക്ക് ആ കൈ കാണണം. പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വിശ്വസിക്കുന്നവരെ കരം ഉയർത്തിപ്പിടി. ഈ രാത്രി നിന്റെ കരം ദൈവത്തിന്റെ കരമാണിത്, ദൈവത്തിന്റെ കരമാണിത്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൽ ആത്മാവിൽ ദൈവത്തിന്റെ കരമായി മാറട്ടെ, ദൈവത്തിന്റെ കരമായി മാറട്ടെ, ദൈവത്തിന്റെ കരമായി മാറട്ടെ, 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 മാറട്ടെ. ദൈവത്തിന്റെ കരമായി മാറട്ടെ, ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കരം. ഈ രാത്രി നീ ഒരു അത്ഭുതമാകട്ടെ, നീ ഒരു അത്ഭുതമായി മാറട്ടെ. ഈ രാത്രി അത് സംഭവിക്കുകയാണ്, 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 സംഭവിക്കുന്നു, സംഭവിക്കുന്നു. ഇത്രയും പേരുടെ പേര് എവിടെങ്കിലും വരുമോ എന്ന് ചോദിച്ചാ ഞാൻ ഉറപ്പിച്ചു പറയാം, നിന്നെ എല്ലാത്തിനും ഈ രാത്രി വിശ്വസിക്കുന്ന സകലത്തിന്റെ പേര് ഈ രാജ്യത്തിന്റെ നെറുകയിൽ എന്റെ ദൈവം എത്തിക്കും. കർത്താവിനോട് പറയുന്ന വാക്കാണിത്, എന്നോട് കർത്താവ് പറഞ്ഞ വാക്കാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇത് പാടാനുള്ളതല്ല, ഇത് പാടാനുള്ളതല്ല, ഇത് കേൾക്കാനുള്ളതല്ല, ഇത് പറയാനുള്ളതല്ല, ഇത് കാണാനുള്ളതാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കേൾക്കുമെന്നല്ല, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം പറയുമെന്നല്ല, ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് വചനം പറയുന്നതെങ്കിൽ ഈ രാത്രി ദൈവാത്മപൂർണനായി ഞാൻ തൊട്ട സകലരെയും ആത്മമണ്ഡലത്തിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ ലിഫ്റ്റ് ചെയ്യുകയാണ്. ഇവരുടെ റെസ്യൂമെ റീലിഫ്റ്റ് ആകട്ടെ. വിശ്വസിക്കുന്നുണ്ടോ? ദൈവ ശബ്ദം കേട്ടൊരുത്തൻ എഴുന്നേറ്റാൽ അവന്റെ ഏറ്റവും കുറഞ്ഞ ലെവൽ എന്ന് പറഞ്ഞാൽ അവനൊരു രാജ്യമായി മാറും. ദൈവ ശബ്ദം കേട്ട് നോഹ എഴുന്നേറ്റു. അവിടെ ചിലർ വീണുപോയി, ചിലരവിടെ മരിച്ചുപോയി. എന്നാൽ ദൈവ ശബ്ദം കേട്ട് ഹാരാനിൽ നിന്നൊരു മനുഷ്യൻ ഇറങ്ങി, ഊരെന്ന പട്ടണത്തിൽ നിന്നൊരു മനുഷ്യൻ ഇറങ്ങി. അവൻ്റെ പേര് അബ്രഹാം. ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു. തീർന്നില്ല, അവൻ്റെ തലമുറ ഇസഹാക്ക്, അവനെയും ദൈവം എഴുന്നേൽപ്പിച്ചു. അവൻ്റെ തലമുറ യാക്കോബ്, അവനെയും ദൈവം എഴുന്നേൽപ്പിച്ചു. അവൻ്റെ തലമുറ യോസഫ്, അവനെയും ദൈവം എഴുന്നേൽപ്പിച്ചു. എന്നാൽ യോസഫിൻ്റെ തലമുറ വീണുപോയി. എൻ്റെ ദൈവം പദ്ധതി അവസാനിപ്പിച്ചില്ല. അവൻ വെയിറ്റ് ചെയ്തു ഒരു മോശയ്ക്ക് വേണ്ടി, ഒരു മോശയ്ക്ക് വേണ്ടി. ഈ രാത്രി ചിലരോട് പറയുകയാണ്, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിന്നെ എഴുന്നേൽപ്പിച്ച് നിന്റെ തലമുറയെ പ്രവാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഈ രാത്രി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇവിടെ എഴുന്നേൽക്കുന്നു, ഇവിടെ എഴുന്നേൽക്കുന്നു.
ഉടമന പ്രവന മനഗതിരികരകരകരകര റീബൽ പ്രവന ഹർത്തവന ദിഗരികടകരകര ഉടമന പ്രവന മൽഖടകരകതിരി ഉടമന ശംധല ദിഗതന പ്രവാനിയംദര അർത്ഥവന ദിഗടകരകദിനിയംദര. മോശെ നിന്റെ കാലം തീരുമ്പോൾ നീ ചിന്തിക്കരുത് നീ അവസാനിക്കുമെന്ന്. നിന്നെ ഞാൻ അടക്കം ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് പകരം ഞാൻ ഒരുത്തരെ എഴുന്നേൽപ്പിക്കും. ഒരു യോശുവയുടെ തലമുറ. ഈ രാത്രി നിങ്ങളെ നോക്കി ഞാൻ ആ പേര് വിളിക്കാം. മോശെ നീ വാഗ്ദത്തം കേട്ടതേ ഉള്ളെങ്കിൽ യോശുവയുടെ തലമുറയുടെ പ്രത്യേകത, മോശ വാഗ്ദത്തം കേട്ടു കണ്ടു, എന്നാൽ യോശുവയുടെ തലമുറയുടെ പ്രത്യേകത അവൻ കേൾക്കുകയല്ല, അവൻ കാണുകയല്ല, അവൻ അതിനെ പിടിച്ചു. ഈ രാത്രി നിന്നെ നോക്കി ആത്മാവിൽ ഞാൻ പറയുകയാ, നീ കേട്ട കാലം കഴിഞ്ഞെന്ന്, നീ കണ്ട കാലം കഴിഞ്ഞെന്ന്, നീ പിടിക്കുന്ന കാലത്തില് പിടിക്കുന്ന കാലം പ്രാപിച്ചവൻ ഈ രാത്രി സന്തോഷം പിടിക്കണമെങ്കിൽ ഈ രാത്രി ദൈവസന്നിധി ഇതിനകത്തുള്ള ദൈവശക്തി അധികമാകട്ടെ. മിനിസ്റ്റർ ചെയ്യേണ്ട ദൂതന്മാർ അധികം വരട്ടെ. യോശുവേ, നിന്നെ ഞാൻ കാണാനല്ല വിളിച്ചത്, നിന്നെ ഞാൻ വിളിച്ചത് കേൾക്കാനല്ല വിളിച്ചത്, നിന്നെ പിടിക്കാനും പിടിച്ചത് കൊടുക്കാനും. ഈ രാത്രി ഈ ദൂത് തിരിച്ചറിയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? യോശുവയുടെ തലമുറയുടെ പ്രത്യേകത, അവൻ എഴുന്നേറ്റ ചിലത് പിടിക്കും, പിടിച്ച ചിലത് കൊടുക്കും. ഈ പറയുന്ന ദൂത് ശുശ്രൂഷകരോടാണ് ഞാൻ ഇത് പറയുന്നത്. ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊതിക്കുന്നവരോട് ഞാൻ ഇത് പറയുന്നത്. നീ ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ചാൽ നീ ചിലത് പിടിക്കും, നീ പിടിക്കുന്നത് ദൈവം നിന്നിലൂടെ കൊടുക്കും. എത്ര പേർ ഈ രാത്രി ഈ ദൂതിൽ സന്തോഷിക്കുന്നുണ്ട്? കർത്താവിനോടൊന്ന് പറയാമോ, കർത്താവേ ഞാൻ പിടിച്ച കൊടുക്കാൻ തയ്യാറാണ്. ഞാനൊരു കാര്യം ഉറപ്പു പറയാം, ദൈവം നിന്നെ കൊണ്ട് പിടിപ്പിച്ചത് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ വറ്റത്തില്ല, നീ വറ്റത്തില്ല, നിന്നെ വറ്റിക്കത്തില്ല. നിന്നോടൊരു ദൂത് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ദൂതിൻ്റെ മേളിൽ നീ വിതച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിതാരോടാ പറയുന്നേ? ഈ രാത്രി ഈ ദൂത് ആരോടാ പറയുന്നേ? നിന്നോടൊരു ദൂത് ആരെങ്കിലും പറഞ്ഞിട്ട് ആ ദൂതിൻ്റെ മേളിൽ നീ വിതച്ചിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ട് ഞാൻ പറയാം, നിന്റെ വിത കൊയ്യാതിരിക്കാൻ സാധ്യതയില്ല. കാരണം നീ വിതച്ചത് ദൈവത്തിൻ്റെ നിലത്താണ്. അവിടെ കള വളരാൻ സമ്മതിക്കത്തില്ല, അവിടെ ശൂന്യതയില്ലെന്നേ, അവിടെ പാഴാകത്തില്ല. അതേതൻ തോട്ടമെന്ന് എൻ്റെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ കൊണ്ട് ദൈവം വിതപ്പിച്ചത് നിന്നെ കൊണ്ട് ദൈവം 100 മേനി കൊയ്യിപ്പിക്കും. ഈ രാത്രി അത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഇതൊരു കൊയ്ത്തിന്റെ സീസണിലേക്ക് കയറാൻ പോകുകയാണ്. ഞാനതങ്ങനെ പ്രവചിക്കും. ദൈവാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു ആ വാക്ക്. ഒരു കൊയ്ത്തിന്റെ സീസൺ, ഒരു കൊയ്ത്തിന്റെ സീസൺ, ഒരു കൊയ്ത്തിന്റെ സീസൺ. ആഹവയ്ക്കകത്ത് ഒരു കൊയ്ത്തിന്റെ സീസൺ ഈ രാത്രി ഓപ്പൺ ആവുകയാണ്. നോക്കിയിരിക്കല്ലേ, നോക്കിയിരിക്കല്ലേ.
നീ ആത്മാവിൽ പ്രതികരിക്കുക ദൂതിനോട്. നീ കൊയ്ത്തിന്റെ സീസണിലേക്ക് ഒരു കൊയ്ത്തിന്റെ സീസൺ നിന്നെ എഴുന്നേൽപ്പിച്ചത് വിതയ്ക്കാൻ മാത്രമല്ല, നിന്നെ എഴുന്നേൽപ്പിച്ചത് കൊയ്യാനുള്ള. ഈ ദൂത് പിടിച്ചോണേ, ഈ ദൂത് പിടിച്ചോണേ. നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ചത് വിതയ്ക്കാൻ മാത്രമല്ല, കൊയ്യാനും കൂടെയാണ്. ജീസസ്. ഞാൻ ഈ പറയുന്ന ദൂത് ചിലർക്ക് മനസ്സിലാവുന്നില്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല. ഈ രാത്രി ഞാൻ പറയാ, കർത്താവേ, ഇവരുടെ കാതും ഇവരുടെ കണ്ണും നീ ഒന്ന് തുറക്കണമേ. ദൈവത്തിന്റെ ശബ്ദത്താൽ എഴുന്നേറ്റവൻ, ദൈവത്തിന്റെ ശബ്ദത്താൽ നടക്കുന്നവൻ, ദൈവത്തിന്റെ ശബ്ദത്താൽ ജീവിക്കുന്നവൻ. ശത്രു പറഞ്ഞേക്കാം, നീ വിതയ്ക്കും ഞാൻ കൊയ്യുമെന്ന്. നോ നോ നോ. ആ സീസൺ ഇന്ന് രാത്രി അവസാനിക്കുകയാണ്. നീ വിതച്ച പലതും ശത്രു കൊയ്തെങ്കിൽ ഈ രാത്രി നിന്നെ നോക്കി ആത്മാവിൽ ഞാനൊരു പേര് വിളിക്കാം. പരാക്രമശാലിയെ, പരാക്രമശാലിയെ, പരാക്രമശാലിയെ. ആരെയാ ഞാൻ ഈ വിളിക്കുന്നേ? വിളിക്കുന്നവൻ എഴുന്നേറ്റ് നിൽക്കുക, അല്ലാത്തവൻ എഴുന്നേക്കല്ലേ. ഞാൻ ഈ വിളിച്ചവൻ മാത്രം എഴുന്നേറ്റാ മതി, അല്ലാത്തവൻ ഈ രാത്രി എഴുന്നേൽക്കല്ല. നീ പരാക്രമശാലി മാത്രം ഈ രാത്രി എഴുന്നേൽക്ക. നിന്റെ പിതാവിന്റെ കാലത്ത് ചിലപ്പോ ശത്രു കൊയ്തേക്കാം. നിന്റെ പിതാവിന്റെ കാലത്ത് നീ വിതച്ചത് എടുത്തോണ്ട് പോയേക്കാം. നിന്റെ പിതാവിന്റെ സ്വത്ത്, നിന്റെ പിതാവിന്റെ നന്മ ചിലപ്പോ കള്ളം പറഞ്ഞ് കപട ബുദ്ധി പറഞ്ഞ് അപഹരിച്ചേക്കാം. ഈ രാത്രി പ്രവചനാത്മാവിൽ ഞാൻ അടിക്കുകയാണ് അതിന്. തിരിച്ചു അതിനെ പിടിക്കാനും അതിനെ പ്രാപിക്കാനും കൃപ പ്രാപിച്ചവരുണ്ടെങ്കിൽ ഈ രാത്രി നിന്റെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരും. നീ പരാക്രമശാലി എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ട്? പരാക്രമശാലി എന്തുവാന്ന് ഒറ്റ വാക്കി പറയാം, സിമ്പിളായിട്ട് അങ്ങ് പറയുക. നീ നിന്റെ കാലഘട്ടത്തിൽ നിന്റെ സമയത്ത് നീ നോക്കി നിൽക്കുമ്പോൾ നിന്റെ കൂടുള്ളവരുടെ ശത്രു വന്ന് നന്മ എടുത്തോണ്ട് പോകുമ്പോൾ നീ അതിന് സമ്മതിക്കാതെ നിൽക്കുന്ന നിന്നെ വിളിക്കുന്ന പേരാണ് പരാക്രമശാലി എന്ന് പറഞ്ഞാൽ നിന്റെ നന്മയെ, നിന്റെ അനുഗ്രഹത്തെ, നിന്റെ സമ്പത്തിനെ, നിന്റെ അവകാശത്തെ അപഹരിക്കാൻ ഒരു പിശാചിനെ സമ്മതിക്കാത്ത ഒരു തലമുറ രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അതിനകത്ത് നിന്റെ സമ്പത്ത് വരും, അതിനകത്ത് നിന്റെ ആരോഗ്യം വരും, അതിനകത്ത് നിന്റെ സൗഖ്യം വരും, അതിനകത്ത് നിന്റെ വിടുതൽ വരും, അതിനകത്ത് ജനനങ്ങൾ നടക്കും. ആത്മാവിൽ കരങ്ങളെ അടിച്ചു ഇതൊരു സാധാരണ ഞായറാഴ്ചയല്ല, നിന്റെ വാഗ്ദത്തത്തെ അവകാശമാക്കുന്ന ഞായറാണിത്. ഇതൊരു സാധാരണ ഞായറല്ല. നിന്റെ വാഗ്ദത്തത്തെ ഇനി വാഗ്ദത്തമായി അവശേഷിക്കത്തില്ല. ഇത് അവകാശമാകാൻ പോകുകയാണ്. ഈ രാത്രി ആ നെഞ്ചിലോട്ട് കൈവച്ചിട്ട് പറ, ഞാൻ എഴുന്നേക്കുമെന്ന്. ഞാൻ എഴുന്നേൽക്കും. ഞാൻ എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറ. ഞാൻ എഴുന്നേറ്റിരിക്കുന്നു. എഴുന്നേറ്റവരെ പറയാവേ. നീ അല്ലെങ്കിൽ എഴുന്നേറ്റിട്ട് പറ, ഞാൻ എഴുന്നേറ്റു. ആ പറയുന്ന വാക്കുമായിട്ട് നീ ഒന്ന് നീതി പുലർത്തണ്ടേ. നീ ഒന്ന് എഴുന്നേറ്റിട്ട് അങ്ങ് പറ, ഞാൻ എഴുന്നേറ്റിരിക്കുന്നെന്ന്.
ഈ രാത്രി ഞാൻ ഈ സന്ദേശം പരിശുദ്ധാത്മാവിനോട് ഇവിടെ പറയുന്നു ക്ലോസ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ രാത്രി നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു രാജ്യം മാത്രമല്ല, നിന്നിലൂടെ ഒരു ദൈവപുത്രൻ പുറത്തു വരും. അവന്റെ പ്രത്യേകത പറയട്ടെ, പാപത്തിൽ വീണ ആദ്യ മനുഷ്യന്റേത് രക്തം കൊണ്ട് എഴുന്നേൽപ്പിക്കുന്നവൻ അവൻ. ഈ രാത്രി നിങ്ങളെ എഴുന്നേൽപ്പിച്ചത് വെള്ളി കൊണ്ടല്ല, പൊന്നുകൊണ്ടല്ല, നിഷ്കളങ്കവും നിർദോഷവുമായ യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്താൽ നിങ്ങളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഈ രാത്രി സഭ ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചാട്ട് ചില നിമിഷങ്ങൾ സന്തോഷത്തോടെ കരങ്ങളെ അടിച്ച് വായ്കളെ തുറന്ന് ചില നിമിഷങ്ങൾ ആത്മാവിൽ ആരാധിച്ചാട്ട്, ആത്മാവിൽ ആരാധിച്ചാട്ട്. നിന്നെ വെള്ളി കൊണ്ടല്ല, നിന്നെ പൊന്നു കൊണ്ടല്ല, കരങ്ങളെ അടിച്ച് വായ്കളെ തുറന്ന് ശക്തിയോടെ ഈ രാത്രി എന്റെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ രാത്രിയെ രക്തത്തിന്റെ ശക്തി ഞാൻ എവിടെ നിന്ന് വിളിച്ചു പറയുന്നു. You are marked by the blood of Jesus. യേശുവിന്റെ രക്തത്താൽ അടയാളമേറ്റവനാണ്. നിന്നെ പിശാചിന് തൊടാൻ കഴിയത്തില്ല, നിന്നെ പാപത്തിന് തൊടാൻ കഴിയത്തില്ല, നിന്നെ രോഗത്തിന് തൊടാൻ കഴിയത്തില്ല, നിന്നെ കടഭാരത്തിന് തൊടാൻ കഴിയത്തില്ല. നീ ജയാളിയാണ്. ആത്മാവിൽ കരങ്ങളെ അടിച്ച് വിശ്വാസത്താൽ ഇഷ്ടപ്പെടുത്തുവാൻ യേശുവിന്റെ രക്തം ഈ രാത്രി ഇതിനകത്ത് ചലിക്കുകയാണ്. യേശുവിന്റെ രക്തത്തെ തടഞ്ഞുകൊണ്ട് അതിനെ കവർ ചെയ്ത് ഒരു രോഗത്തിനാകട്ടെ, ഒരു അലർജിക്കാകട്ടെ, ഒരു അസുഖത്തിനാകട്ടെ, ഒരു പ്രശ്നത്തിനാകട്ടെ, നിന്റെ ലൈഫിനകത്ത് എത്തി നോക്കാൻ കഴിയത്തില്ല.
Piram Duragatanade, Piram Chabanabadorigade, Piram Toriganagade, Vidal Shabaratorigana, from Shete Regal Tabana, Piram Kubanada Tagade, Varada Tarigarapo, Vidanagadina Galanarigade, Vidal Torigal Shabaram, Vigadal Tabanabadagade, Vidaganam Shamporigade, Vasho Torigal Tabana, Vidaganam Toram Shampe, Verigal Tabanade, Vidaganaram Kubaram Shagaram Torigaram Tabaram. Yes, 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 yes. Tere Viram Shamra Tera Tara Tagaram. Shaka Sete. Raka Sora Nani Marako. Viram Tagaram Tagaram Tagare Viram Tagare. Viram Tagaram Tagaram Tagare. Viram Kubaram Tagaram Tagaram Sori Ramarade. Korigal Kubaram Kubaral Tagare Rigale. ഈ രാത്രി എത്ര പേർ കൊതിക്കുന്നുണ്ട് എൻ്റെ ഈ അവസ്ഥയ്ക്കകത്തുനിന്ന് എനിക്ക് എഴുന്നേൽക്കണമെന്ന്, എൻ്റെ ഈ സാഹചര്യത്തിനകത്തുനിന്ന് എനിക്ക് എഴുന്നേൽക്കണമെന്ന് എത്ര പേർ ഈ രാത്രി വിശ്വസിക്കുന്നു? ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടോ ഈ രാത്രി? ഒരു പ്രാർത്ഥന ആവശ്യമുള്ള എത്ര പേരുണ്ട്? എത്ര പേരുണ്ട് ഈ രാത്രി അങ്ങനെ ഒരു പ്രയർ ആവശ്യമുള്ളത്? വാഗ്ദത്തത്തിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചത് അവകാശത്തിലേക്ക് പ്രവേശിക്കാനാണ്. നീ വാഗ്ദത്തം കേട്ട് 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 നിക്കല്ലേ, ഈ രാത്രി അവകാശത്തിലേക്ക് കയറിക്കോണം. അങ്ങനെ ഒരു അവകാശത്തെ ഈ രാത്രി ഓപ്പൺ ആക്കി കിട്ടണമെന്ന് കൊതിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ കൊതിക്കുന്ന എത്ര പേരുണ്ട് ഈ രാത്രി? എൻ്റെ മേൽ, എൻ്റെ തലമുറയുടെ മേൽ, എൻ്റെ ഭാവിയുടെ മേൽ അങ്ങനെ ഒരു ഡോർ എനിക്ക് ഓപ്പൺ ആകണം. വാഗ്ദത്തം കേൾക്കാനല്ല, അത് കാണാനല്ല, ഞാൻ നിവർന്നതിനകത്ത് നിൽക്കാൻ എനിക്ക് കൊതിയുണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് മുന്നോട്ടൊന്ന് വരാവോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ദയവായിട്ട് അങ്ങനൊരു കൊതിയുള്ളവർ മാത്രം, ആത്മാർത്ഥമായി കൊതിക്കുന്നവർ മാത്രം ദയവായി മുന്നോട്ട് വന്നാട്ടെ. ദയവായിട്ട് മുന്നോട്ട് വന്നാട്ടെ. എനിക്ക് രാത്രി ശുശ്രൂഷകന്മാരെ എന്നെ ഈ ശുശ്രൂഷയിൽ സഹായിക്കണം. പ്രധാന ദാസന്മാർ ദയവായിട്ട് മുന്നോട്ടൊന്ന് കയറി നിൽക്കാമോ? ദയവായിട്ട് മുന്നോട്ടൊന്ന് കയറി നിൽക്കാമോ? കർത്താവിൻ്റെ ദാസന്മാർ ദയവായിട്ട് സ്റ്റേജിലോട്ട് വന്നാട്ടെ. ദയവായിട്ട് സ്റ്റേജിലോട്ട് വന്നാട്ടെ. കയറി വന്നേ. നിങ്ങൾ ഇങ്ങനെ കൊതിക്കുന്നുണ്ടെങ്കിൽ കട്ടിയല്ലേ? ഇങ്ങനെ നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി നിങ്ങൾ കേട്ടത് കാണാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഈ രാത്രി നിങ്ങൾ കേട്ടത് കാണാൻ പോകുകയാണ്. ഒന്ന് പ്രഖ്യാപിക്കാമോ? ഒരു കൈ തലയിലോട്ട് വെച്ചോ, ഒരു കൈ നെഞ്ചിലോട്ട് വെച്ചോ. ഞാൻ കേട്ടത് ഞാൻ കാണാൻ പോവാണ്. ഞാൻ കണ്ടത് അതിനകത്തേക്ക് ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ പോകുകയാണ്. ഈ രാത്രി ഇത് പറയുമ്പോൾ ചിലത് കണ്ടത് സംഭവിക്കുന്നു. കണ്ടത് സംഭവിക്കുകയാണ്. കണ്ടത് സംഭവിക്കുന്നു. കണ്ടത് സംഭവിക്കുന്നു. ആ കരം ഉയരത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഒന്ന് ഉയർത്തിപ്പിടിച്ച് നല്ലപോലെ ഈ രാത്രി നിങ്ങളുടെ കരത്തിലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. വാഗ്ദത്തം നിങ്ങളുടെ മേൽ തുറക്കുന്നു. വാഗ്ദത്തം നിങ്ങളുടെ മേൽ തുറക്കുന്നു. ചില നിമിഷങ്ങൾ, അടുത്ത ചില നിമിഷങ്ങൾ വളരെ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ആവശ്യപ്പെടുന്ന അടുത്തൊരു 3 മിനിറ്റ് കണ്ണുകൾ അടച്ച് വായുകളെ തുറന്ന് കരങ്ങളെ അടിച്ച് അടുത്തൊരു 3 മിനിറ്റ് ശക്തമായിട്ടൊന്ന് ആരാധിക്കാവോ?
ദാസന്മാരെ പ്രാർത്ഥിച്ചു ജനത്തിന് പ്രാർത്ഥിച്ചു അച്ഛാ അഭിഷിക്തന്മാർ ദൈവ നിയോഗത്തിൽ നിങ്ങളുടെ മേൽ കൈവെക്കുമ്പോൾ ഈ രാത്രി സൗഖ്യങ്ങൾ നടക്കും, ഈ രാത്രി വാഗ്ദത്തങ്ങൾ തുറക്കും, ഈ രാത്രി വിടുതലുകൾ നടക്കും, ഈ രാത്രി അത്ഭുതമായ പ്രവൃത്തി ഇതിനകത്ത് നടക്കും. പുതിയ വാക്കുകൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ പുതിയ വാക്കുകൾ ഈ രാത്രി നിങ്ങളുടെ മേൽ തുറക്കുകയാണ്. പുതിയൊരു പകർച്ച ഈ രാത്രി നിങ്ങളുടെ മേൽ വീഴുന്നു. പുതിയൊരു പകർച്ച, പുതിയൊരു പകർച്ച, പുതിയൊരു പകർച്ച, പുതിയൊരു പകർച്ച. നീ എഴുന്നേറ്റതോ ഈ രാത്രി, നീ എഴുന്നേറ്റതോ വാഗ്ദത്തത്തിന്റെ അകത്തല്ല, നീ അവകാശത്തിന്റെ അകത്താണ് എഴുന്നേറ്റതോ. ഈ രാത്രി നിന്നെ എഴുന്നേൽപ്പിച്ചതോ ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവ ശബ്ദത്തിന്റെ ഇടപെടൽ ഈ രാത്രി ജനത്തിന്റെ മേൽ, ജനത്തിന്റെ മേൽ Yes, 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 yes. Oh, rakaba baba baba. Shokoro boseterio. Rukonia shandra masorio. Rotori bashakana serio. Ritone me സൗഖ്യങ്ങൾ നടക്കട്ടെ. Yes, receive. Oh, കൂട്ട സൗഖ്യങ്ങൾ. Oh, rakaba baba baba. നടു Oh, rakaba. ഈ രാത്രി പരിശുദ്ധങ്ങൾ പറയുന്നു. ചിലരുടെ നടുവിന്റെ വേദന Yes. ഇപ്പോൾ സൗഖ്യമാവുന്നു. Oh, deliverance. ഇപ്പോൾ സൗഖ്യമാവുന്നു. Oh, rakaba baba. Shokeria rabataraga. Holy Spirit, Tira baratu barasha. Holy Spirit, fire. Tira tabaram dragara tabalam. Tira tera shamru baledo. Tira gadalaga babara balabaraga diraga tabarara balampo. Ate tori gana. Tira gadalaga mamana dirade. Ramsho tori gala. Yes. ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ. ആത്മപകർച്ച സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പകർച്ച തീ വീഴണമോ? അഭിഷേകത്തിന്റെ പകർച്ച തീരം ദുബരം ജഗനഗതേ തിരകതലക്ഷം രേരേരം തേരികൾ തവനാരതനെ തിരകതലത്തേരവരാതെ കംശോതിരകതനേരികതേ തീരം കൽഡരകത്തവനെ തിരകതലാരകതൽ എല്ലാ hidden spirituകളും, എല്ലാ hidden spirituകളും യേശുവിന്റെ നാമത്തിൽ, യെസ് 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 യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ fire, oh fire, yes കത്തട oh ti കത്തട. rakababa shokoromosete വാഗ്ദത്തം ഈ രാത്രി നിന്റെ മേൽ തുറക്കുകയാ. yes നീ ചെല്ലുമ്പോൾ ഇതുവരെ കാണാത്ത ചില ഫേവറിന്റെ ഡോർ ദൈവം നിന്റെ മേൽ തുറക്കുമെന്ന് ഈ രാത്രി പരിശുദ്ധത എന്നോട് പറയുക. amen ആത്മാവിനെ തുറക്കപ്പെടട്ടെ. തീരം ദുബരം ജഗനം പ്രബലം ശവരേതൽ ചമന
ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ആമേൻ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്ക് ഒരു മാറ്റമില്ല. ആമേൻ. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. ഓ വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റം. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ വാനവും ഭൂമിയും മാറിയിടും, ജനങ്ങൾക്കൊരു മാറ്റമില്ല. ഓ വാനവും ഭൂമിയും കരങ്ങളെ അടിച്ച് വായ്കളെ തുറന്ന് ആത്മാവിൽ ചില നിമിഷങ്ങൾ ആത്മാവിൽ ആരാധിച്ചാണ്. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. ഓ വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, ഓ വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റം. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപം, ഓ വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റം. ഓ വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു അളവറ്റ വ്യാപാരം. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റം. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും
ചൂടകരന്തലറികന ദീപശമനം അവനെ ചുടകശമനം അവനെ ദീപാരവന അൻപാരവന ദീപാരവന ശങ്കലറികന ശങ്കലനമനം ദീപ ചുടകരവന്തവരന്തലറികന ശങ്കലറികന ഭരകശമനെ അൻപാരവനെ ൂടവലന്തലറികന ശൈഡവലന്തവലന്തര ചൂടാക്ഷവന ദീപാരവന അൻപാദവന ദീപാരവന ദീപവരം തലറികന ശാന്തരീക ശവരം ഭവനം വർക്കം ദീപ ശവനം Fire! 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 എല്ലാ സ്പിരിറ്റും ശിവന്റെ നാമത്തിൽ ദൂതന്മാരോട് ആവശ്യപ്പെടുകയാണ് കൈ റിലീസ് ചെയ്യുക. കൈ ഇപ്പോൾ റിലീസ് ആകട്ടെ, റിലീസ് ആകട്ടെ. കൈ ഇപ്പോൾ ലോക്ക് ചെയ്യുക, ലോക്ക് ചെയ്യുക, ലോക്ക് ചെയ്യുക. ശിവന്റെ നാമത്തിൽ ഇതിനകത്ത് വസിക്കുന്ന എല്ലാ ദുരാത്മാവിന്റെ സ്പിരിറ്റുകളെയും എല്ലാ ദുരാത്മാവിന്റെ വ്യാപാരങ്ങളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇവിടെ വിട്ട് അഴിഞ്ഞു മാറണം. അഴിയട്ടെ, അഴിയട്ടെ. ശിവന്റെ നാമത്തിൽ അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. ഈ കൈ ആത്മാവിൽ ലോക്ക് ചെയ്യുകയാണ്, ഈ കൈ ആത്മാവിൽ ലോക്ക് ചെയ്യുകയാണ്, ഈ കൈ ആത്മാവിൽ ലോക്ക് ചെയ്യുകയാണ്, ആത്മാവിൽ അത് ലോക്ക് ചെയ്യുകയാണ്. ശിവന്റെ നാമത്തിൽ, ശിവന്റെ നാമത്തിൽ ഉച്ചി മുതലുള്ള കാലം വരെ ദൈവശക്തിയുടെ ഒരു തീക്കാറ്റ്, ഒരു തീക്കാറ്റ്, ഒരു തീക്കാറ്റ് ഇപ്പോൾ ഇപ്പോൾ ഇതിനകത്തുള്ള എല്ലാ സ്പിരിറ്റും എല്ലാ